ബിഗ് ബോസ് മലയാളം സീസൺ 7 അക്ബർ ഇല്ലാത്തൊരു സാഹചര്യത്തെക്കുറിച്ച് പേഴ്സണലി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വില്ലനായിട്ടല്ല, അക്ബറും ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് സീസണിൽ നിന്ന് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഈ സീസണിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് ഗെയിം കളിച്ചൊരു കണ്ടസ്റ്റൻ്റ് ആണ്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഇടയ്ക്ക് ദേഷ്യവും തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷേ അക്ബർ നല്ലൊരു എൻ്റർടൈനർ തന്നെയായിരുന്നു ഷോയിലുടനീളം. അക്ബർ ഈ ഷോയിൽ കൊടുത്ത ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ടോപ്പ് 5 ആയിട്ടാണ് അക്ബർ പുറത്തു പോകുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ട് പേഴ്സണലി ആഗ്രഹിച്ചിരുന്നു അക്ബർ ടോപ്പ് 5 വരണമെന്ന്. വിന്നർ ആകില്ല എന്നുള്ളത് നമ്മുടെ ഓൾറെഡി സോഷ്യൽ മീഡിയയിലുള്ള കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹം ടോപ്പ് 5 ഡിസർവ് ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹം ടോപ്പ് 5 5-ാം സ്ഥാനത്ത് എത്തിയിട്ടാണ് അക്ബർ പുറത്താവുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം അക്ബർ പറയുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത്. അനീഷ് മാത്രമാണ് പേഴ്സണലി ഒന്നും പറയാതെ ഇവിടെ ഗെയിം കളിച്ചത്. സ്ട്രാറ്റജി ഒക്കെ നല്ലതായിരുന്നു. അക്ബർ ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് അറിയോ? ഗെയിം കളിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിൽ പലരും പറഞ്ഞിട്ടുണ്ടാവും. അനീഷ് ഇതൊക്കെ ആണെങ്കിൽ ഒരു ബൗണ്ടറി വിട്ട് ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് 100% അക്ബർ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. എല്ലാവരും ഒരുപോലെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അക്ബറിനും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പല വാക്കുകളും തെറിവാക്കുകളും ഒക്കെ അക്ബറും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അക്ബർ ഉദ്ദേശിച്ചത് അനുമോളെ തന്നെയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അനുമോൾ ചെയ്തത് ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അനുമോളുടെയും സ്റ്റേറ്റ്മെന്റുകൾ തെറ്റായിരുന്നു. പക്ഷെ മനുഷ്യനാണ്, തെറ്റുകൾ പറ്റും. അതൊക്കെ തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ബിഗ് ബോസ് കണ്ട ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ അക്ബർ നല്ലൊരു അടിപൊളി പ്ലെയർ ആയിരുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം. അക്ബറിനെതിരെ പലരും ഇപ്പൊ അവിടെ പറഞ്ഞ അനുമോൾ അടക്കം പറഞ്ഞ അലിഗേഷൻസ് ഒന്നും പുറത്തെ ബിഗ് ബോസ് ആരാധകർ അത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ആൾക്കാർ എവിടെയെങ്കിലും പറയണമെന്നും കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും അനുമോൾ പറഞ്ഞത് തെറ്റാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് മെജോറിറ്റിയും പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അക്ബർ അവിടെ വിചാരിക്കുന്ന പുറത്ത് പുള്ളി ഭയങ്കര നെഗറ്റീവാണ്, അങ്ങനെയൊന്നുമില്ല. അക്ബറിന് അത്ര നെഗറ്റീവ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു അക്ബർ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.